ഹായ്. ഈ വരുന്ന IPL ആര് കപ്പെടുക്കും എന്ന് ചോദിച്ചാൽ എത്ര വലിയ ക്രിക്കറ്റ് എക്സ്പേർട്ടും മാനത്ത് നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. അത്ര കോമ്പറ്റീറ്റീവ് ആണ് എല്ലാ ടീമും. IPL പറ്റി പറയുമ്പോൾ അത്ര ഫാൻ ബേസ് ഉള്ള ഒരു ടീമല്ല ഡൽഹി ക്യാപിറ്റൽസ്. പക്ഷെ അവരും ഈ വർഷം നല്ലൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ടീമിനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫ്രേസർ മഗർ, ഹാരി ബ്രൂക്ക്, ഫാഫ് ഡു പ്ലെസിസ്, ട്രിസ്റ്റ്യൻ സ്റ്റബ്സ് എന്നിങ്ങനെ വെടിക്കെട്ട് ഫോറിൻ ബാറ്റേഴ്സ്, KL രാഹുൽ, അഭിഷേക് പോറൽ, അസുതോഷ് ശർമ്മ, അതുപോലെ തന്നെ കരുൺ നായർ അടങ്ങുന്ന ഇന്ത്യൻ ബാറ്റേഴ്സ്, മിച്ചൽ സ്റ്റാർക്ക്, കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ, ടി നടരാജൻ, മുകേഷ് കുമാർ, മോഹിത് ശർമ്മ അടങ്ങുന്ന ശക്തമായ ബോളിംഗ് നിര. എല്ലാം കൊണ്ടും IPL ഏത് ടീമിനോടും ഇടിച്ചു നിൽക്കാൻ പറ്റുന്ന ശക്തമായ ഒരു ടീമാണ് ഡൽഹി ഈ പ്രാവശ്യം. ക്യാപ്റ്റൻ KL രാഹുൽ തന്നെ ആയിരിക്കും. ഡൽഹി മാനേജ്മെന്റും അതുപോലെ തന്നെ ഡൽഹി സപ്പോർട്ട് സ്റ്റാഫുമായിട്ടൊക്കെ ഉള്ള KL രാഹുലിന്റെ കെമിസ്ട്രി എത്രത്തോളം വർക്കാവും, എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും നമുക്ക് ഇവരുടെ 11 നോക്കാം. പ്ലേയിങ് 11 ഇടുമ്പോഴത്തേക്ക് ഡൽഹിക്ക് ഏറ്റവും കൂടുതൽ തലപോയിക്കേണ്ടി വരുന്നത് ഈ ഫാഫ് ഡു പ്ലെസിസ് അല്ലെങ്കിൽ ഫ്രേസർ മഗർക്ക് ഇവർ തമ്മിൽ ആരെ കളിപ്പിക്കും എന്നുള്ള കാര്യത്തിലായിരിക്കും. ഞാൻ ഫ്രേസർ മഗർക്കിനെയാണ് രാഹുലിനൊപ്പം ഓപ്പൺ ചെയ്യാനായിട്ട് ഈ 11 സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിന് 2 കാരണമാണുള്ളത്. കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസും അതുപോലെ തന്നെ മഗർക്ക് ഒന്ന് ഫോം ആയി കഴിഞ്ഞാൽ ഡൽഹിക്ക് കിട്ടുന്ന ആ ഒരു ബൂസ്റ്റിന്റെ റീസൺ കൊണ്ടാണ്. അഥവാ ഫ്രേസർ മഗറിന് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ബാക്കപ്പ് ആയിട്ട് ഇത് മിസ്റ്റർ ഡിപ്പെൻഡബിൾ ഫാഫ് ഡു പ്ലെസിസ് ഉണ്ട്. അതുപോലെ തന്നെ KL രാഹുൽ ഒരു ആങ്കറിംഗ് റോൾ തന്നെ ആയിരിക്കും കളിക്കുന്നത്. ആ ഒരു പതിവ് ശൈലിയൊക്കെ തണുപ്പൻ മട്ടൊക്കെ ഇട്ടിട്ട് കുറച്ചൊരു ഉഷാറായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ KL രാഹുൽ ഡൽഹിക്ക് വലിയൊരു അസറ്റ് തന്നെയാണ്. അത് കഴിഞ്ഞാൽ അഭിഷേക് പോറൽ, ഹാരി ബ്രൂക്ക്, ട്രിസ്റ്റ്യൻ സ്റ്റബ്സ്, ഇതിനകത്ത് ആലോചിക്കാൻ ഒന്നുമില്ല. ഇതിൽ സ്റ്റബ്സ്, ബ്രൂക്ക്, മഗർ ഇവർ 3 പേരിൽ ആരെങ്കിലും 2 പേര് ഫോമായി തന്നെ ഡൽഹിയെ പിടിച്ചു വെട്ടാൻ എതിരാളികൾക്ക് നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. ട്രിസ്റ്റ്യൻ സ്റ്റബ്സ് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ഫോർമാറ്റിലും ഫോമിലാണ്. അതുപോലെ ഹാരി ബ്രൂക്കിന് തന്റെ യഥാർത്ഥ ഫോം ഇതുവരെ IPL കാണിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് ഇപ്രാവശ്യം കാണിക്കാൻ പറ്റിയാൽ ഡൽഹി വേറെ ലെവലാവും. അസുതോഷ് ശർമ്മ നല്ലൊരു ഫിനിഷറാണ്. ബാംഗ്ലൂർ എടുക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു പ്ലെയറാണ് അസുതോഷ് ശർമ്മ. നല്ലൊരു ഫിനിഷറാണ്. അത് പഞ്ചാബിൽ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടാണ്. അത് ഡൽഹിയെ സംബന്ധിച്ച് വലിയൊരു അസറ്റാണ് അസുതോഷ് ശർമ്മ. അത് കഴിഞ്ഞാൽ അക്സർ പട്ടേൽ, ദ ക്രൈസിസ് മാൻ. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കളിക്കുന്ന ഇന്ത്യൻ പ്ലേയേഴ്സിൽ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ ആണ് അക്സർ പട്ടേൽ. അക്സർ പട്ടേൽ കഴിഞ്ഞാൽ മിച്ചൽ സ്റ്റാർക്ക്, ഹി ക്യാൻ ഓൾസോ ബാറ്റ്. ബോളിംഗിലേക്ക് വരുമ്പോൾ ദ വൺ ആൻഡ് ഓൺലി മിച്ചൽ സ്റ്റാർക്കും അതുപോലെ തന്നെ മുകേഷ് കുമാറും ആയിരിക്കും പവർ പ്ലേ ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അക്സർ പട്ടേൽ ചിലപ്പോൾ ഒരു ഓവർ എറിഞ്ഞേക്കാം. ഇന്ത്യൻ സ്പിൻ ഡ്യൂവേഴ്സ് ആയിട്ടുള്ള അക്സർ പട്ടേലും കുൽദീപ് യാദവും മിഡിൽ ഓവേഴ്സ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും. അക്സർ പട്ടേൽ നന്നായിട്ട് കണ്ടെയ്ൻ ചെയ്ത് റൺസ് പിശുക്കി എറിയാൻ മിടുക്കനാണ്. അതുപോലെ തന്നെ കുൽദീപ് യാദവ് ക്യാൻ ടേക്ക് വിക്കറ്റ്സ്. അതുപോലെ തന്നെ ഡെത്ത് ഓവേഴ്സ് അറിയാൻ വേണ്ടിയിട്ട് നടരാജൻ ഉണ്ട് ഡൽഹിയുടെ കൂട്ടത്തിൽ. നടരാജൻ നല്ലൊരു പിക്കാണ്. സത്യം പറഞ്ഞാൽ SRHൽ നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് നടരാജൻ എങ്ങനെ ഡെത്ത് ഓവേഴ്സിൽ റൺസ് കൺട്രോൾ ചെയ്ത് യോക്കർ ലങ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് എറിയുന്നത് എങ്ങനെയാണെന്ന്. ഇമ്പാക്ട് സബായിട്ട് ബോളിംഗിലാണെന്നുണ്ടെങ്കിൽ മോഹിത് ശർമ്മയും അജയ് മണ്ഡലും ഉണ്ട്. അതുപോലെ തന്നെ ബാറ്റിംഗിലാണെന്നുണ്ടെങ്കിൽ സമീർ ഹുസൈനും കരുൺ നായരും അവൈലബിൾ ആണ്. മൊത്തത്തിൽ ഡൽഹി നല്ലൊരു പാക്കേജ് ആണ്. ബാക്കപ്പ് ആയിട്ട് നോക്കുവാണെങ്കിൽ ദുഷ്മന്ത ചമീര ഉണ്ട് ശ്രീലങ്കയുടെ. അതുപോലെ തന്നെ ഡൊണോവൻ ഫെരേര ഉണ്ട്. പോരാത്തന്നെ ഫാഫ് ഡു പ്ലെസിസ് തന്നെ ഉണ്ട് ബാക്കപ്പ് ആയിട്ട്. അത് പോരാതെ തന്നെ നല്ല കുറച്ച് ഇന്ത്യൻ പ്ലേയേഴ്സും ഡൽഹിയുടെ പക്കലുണ്ട്. പോസിറ്റീവായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്പിൻ ഡ്യൂയോ ഉണ്ട്, നല്ലൊരു ഫാസ്റ്റ് ബോളിംഗ് അറ്റാക്ക് ഉണ്ട്. അതുപോലെ തന്നെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്. ടോട്ടലി ബാലൻസ്ഡ് ആണ് ഡൽഹി സൈഡ്. എല്ലാവരും ഉറ്റുനോക്കുന്നത് KL രാഹുലിന്റെ ക്യാപ്റ്റൻസിയെ കൂടിയാണ്. എനിക്ക് തോന്നുന്നത് KL രാഹുൽ നന്നായിട്ട് ചെയ്യും എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഡൽഹിയുടെ ഒരു ഓണർ KL രാഹുലിന്റെ ഫ്രണ്ട് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ആസ് എ ബാറ്റ്സ്മാന് നന്നായിട്ട് പെർഫോം ചെയ്യാനും അതുപോലെ തന്നെ ആസ് എ ക്യാപ്റ്റൻ ഡൽഹിയെ നല്ല ഹൈറ്റ്സിലേക്ക് എടുത്തുകൊണ്ട് പോകാനും KL രാഹുലിന് സാധിക്കട്ടെ. അപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഈ ടീമിന് എന്റെ റേറ്റിംഗ് 8 out of 10 ആണ്. ഇപ്പൊ നമ്മൾ നോക്കിയ ടീമുകളിൽ മുംബൈ, രാജസ്ഥാൻ, ചെന്നൈ അതുപോലെ തന്നെ ഡൽഹി ഇവരുടെ എല്ലാം സ്പിൻ ഡിപ്പാർട്ട്മെന്റ് സ്ട്രോങ് ആണ്. അവിടെ ഒരു എക്സെപ്ഷൻ ബാംഗ്ലൂർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ബാംഗ്ലൂരിനെ കമ്പാരിറ്റീവ്ലി കുറച്ച് ലോ ആയിട്ട് റേറ്റ് ചെയ്തത്. അപ്പോൾ മറ്റൊരു ടീമിന്റെ റേറ്റിംഗുമായിട്ട് വീണ്ടും കാണാം. ബൈ.